കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്ത അവാർഡ് ഒന്ന് നോക്കിക്കേ. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, ബെസ്റ്റ് ഡയറക്ടർ എന്ന അവാർഡാണ്. കേരള സ്റ്റോറി എന്നാണ് ആ സിനിമയുടെ പേര്. അവന്റെ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ വെറും കൂടെയായിരുന്നു. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി വീണ്ടും കേരള സ്റ്റോറി. കാരണം ദേ ആർ ഇഗ്നറൻറ്റ്. ഈ വിവരമില്ലാത്തവർ അധികാരത്തിലിരിക്കുമ്പോൾ മുകളിലിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളത്. ആട് ജീവിതത്തിൽ ഈ ഒരു ഒറ്റ ഫ്രെയിം നോക്ക്, ഇതിനോട് വട്ടം വെക്കുന്ന ഒരൊറ്റ ഷോട്ടെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി അവാർഡ് കിട്ടിയ കേരള സ്റ്റോറിയിൽ? ഈ കേരള സ്റ്റോറിക്ക് കൊടുത്ത ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് അർഹിച്ചിരുന്നത് ബ്ലസ്സി ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 16 വർഷക്കാലം വെറുതെ ഇരിക്കുന്നതായിരുന്നില്ല. ഞാൻ മറ്റു സിനിമകൾ ചെയ്യുകയാണ്. പക്ഷെ ബ്ലസ് ചേട്ടനൊരു ഒരു ഫോക്കസ് ഉണ്ട്. അതായത് എന്ത് സംഭവിച്ചാലും ഈ സിനിമ ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഫോക്കസ് ഉണ്ട്. ബെസ്റ്റ് ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ. ഈ മനുഷ്യൻ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട എഫർട്ടുകൾ, സ്ക്രീനിൽ നജീബായി ജീവിച്ച രംഗങ്ങൾ, ഇതൊന്നും ജൂറി കണ്ടില്ല. ഈ ആടുജീവിതത്തിന് ഞാൻ ചെയ്യുന്നത് ഫിറ്റ്നസ് അല്ല, ഇറ്റ് ഈസ് ബേസിക്കലി ടോർച്ചറിങ് യുവർ ബോഡി. ഒരിക്കലും ചെയ്തെന്നുണ്ടെങ്കിൽ പുട്ട് ഓൺ റെക്കോർഡിന് ഞാൻ ചെയ്യില്ല. 98 കിലോ ആയി ഫസ്റ്റ് ഷെഡ്യൂളിന്റെ ആ സമയത്ത്. എന്നിട്ട് എൻ്റെ ഏറ്റവും മെലിഞ്ഞ അവസ്ഥയിൽ ഞാൻ 67 കിലോസ് ആയി. പൂർണ്ണമായിട്ടും ഏതാണ്ട് അവസാനം ഇപ്പൊ ഭക്ഷണം ഇല്ല. അത്രയും ഞാൻ ഇനിയും എന്നെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി പുഷ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ഐ ഡോണ്ട് നോ. അതൊരു നിങ്ങളോടൊക്കെ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ജവാനിലെ ഷാറുഖ് ഖാന്റെ പ്രകടനത്തെക്കാൾ മോശമായിരുന്നോ ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ്? പൃഥ്വിരാജ് ശരിക്കും നീതി പുലർത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. നാഷണൽ അവാർഡ് കിട്ടണം, അല്ലാതെ ഒന്നും കാണാതെ ചിലവർക്കൊക്കെ ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുത്തല്ലേ. ഇന്റർനാഷണൽ സാധനം എന്ന് പറഞ്ഞാൽ ഓസ്കാർ ഉറപ്പായി. എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഓർമ്മ വിശപ്പാണ്. അപ്പോഴൊക്കെ ഈ വിശപ്പ് കാരണം എനിക്ക് ദേഷ്യമൊക്കെ വരും. വേറൊന്നുമല്ല, മലയാളത്തിൽ നിന്ന് ഓസ്കാറിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പടമാണ്. ഒരു നാഷണൽ അവാർഡെങ്കിലും കൊടുത്തില്ലേ പിന്നെ ഈ അവാർഡ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് എന്തായാലും ഇതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ തന്നെ കിട്ടുമെന്നാണ് എന്റെ പേടി. ചേട്ടനോട് വന്നിട്ട് എത്ര കാലമായി? അങ്ങേരെടുത്ത എഫേർട്ട്, അങ്ങേര് ഈ സിനിമക്ക് കൊടുത്തിരിക്കുന്ന ലൈഫ്, അതായത് ജീവൻ, അതാണ് സിനിമയുടെ ടോട്ടൽ സംഭവം. ഒയ്യോ, നമുക്ക് ചില സമയങ്ങളിൽ സങ്കടം വരും. നജീബിനെ ഓർത്തിട്ടല്ല, പൃഥ്വിരാജിനെ ഓർത്തിട്ട് പലപ്പോഴും സങ്കടം വരും. കാരണം ആ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഓർക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തെ തേടി അംഗീകാരങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നീതികേടായി പോകും. നാം അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 9 വാരിക്കൂട്ടിയ പടമാണ്. സോ ദിസ് ഈസ് നാഷണൽ അവാർഡ്സ് എന്ന കോമാളിക്കളി.